ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഏമൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്, എസ്പെഷ്യലി എൻ്റെ ഉമ്മയുടെ ലൈഫിലെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്, സ്പെഷ്യൽ മൊമെൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഉമ്മയുടെ റിട്ടയർമെൻറ്റ് ഡേ ആണ്. എക്സാക്ട് തീയതി പറയുകയാണെങ്കിൽ 30th April 2026. അങ്ങനെ 26 വർഷത്തെ സേവനത്തിന് ശേഷം ഉമ്മ റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ ഇത് എനിക്ക് ഈ ഒരു ദിവസത്തെ എനിക്ക് എന്താണ് ശരിക്കും ഓർമ്മ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു 7 കൊല്ലം ഹോസ്റ്റലിലായിരുന്നു. ഇപ്പോൾ ഈ ഒരു 5 മാസമായിട്ടുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ള 7 കൊല്ലങ്ങളിൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ 7 കൊല്ലത്തിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്കൊക്കെ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വരും, ഇടയ്ക്കൊരു 2-3 ദിവസത്തേക്ക് മാത്രം വരും, ഇടയ്ക്ക് 10 ദിവസമൊക്കെ വന്ന് നിൽക്കുന്ന ടൈമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മയെ എങ്ങനെയൊക്കെ ആണേലും ലീവ് എടുത്ത് ഞാൻ വീട്ടിലുണ്ടാവുന്ന ആ ഒരു സമയം എൻ്റെ കൂടെ നിൽക്കാൻ എപ്പോഴും ഉമ്മയെ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഉണ്ടാക്കി തരും. ഇപ്പോൾ ഒരു 3 ദിവസത്തേക്കാണ് ഞാൻ വന്നെങ്കിൽ ഈ 3 ദിവസം എനിക്ക് ഇഷ്ടമുള്ള എല്ലാം എന്നെ തീറ്റിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉമ്മയ്ക്ക് ഉറപ്പാവണം. അത്രയും എന്നോട് എല്ലാ ദിവസവും ചോദിക്കാം എന്ത് വേണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ദിവസത്തെ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം തിരക്കിൻ്റെ ഇടയിൽ പോലും എനിക്കും എൻ്റെ ചേട്ടനും ഒക്കെ വേണ്ടി ഉമ്മ ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും ഉമ്മ ലീവ് വാങ്ങിച്ചെടുക്കാറുണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു ദിവസം. അപ്പോൾ നമുക്ക് ആ വ്ളോഗൊക്കെ കണ്ടാലോ? ഓക്കേ. ഞങ്ങളെ എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 1:15-1:30 ആയപ്പോൾ ഇവിടെ എത്തി. റിട്ടയർമെൻറ്റ് നടക്കുന്ന ശൈലജ 2 വാക്ക് പറയൂ. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. സന്തോഷം മാത്രമേ ഉള്ളൂ, സങ്കടമില്ലേ? സങ്കടമില്ല, നീ എന്നെ ശരിയാക്കുന്നുള്ളൊരു പേടിയേ ഉള്ളൂ. പിന്നെ ഇനി വീട്ടിലെന്തായിരുന്നു ഇനിയുള്ള പരിപാടി? റെസ്റ്റ് എടുക്കുക, എനിക്ക് ഹസ്ബൻഡിനും ഇവിടെ യാത്രകൾ പോവുക, അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. നടക്കുന്ന പോലെ ഇൻഷാ അല്ലാഹ്. വാപ്പിയുടെ അഭിപ്രായം എന്താണ്? വാപ്പി പറയൂ. സന്തോഷമുണ്ട്. ഇനി അൽത്താഷിന്റെ അഭിപ്രായം എന്താണ്? അതെല്ലേലും ഉണ്ടല്ലോ. എനിക്ക് ശൈല എന്ന് പറയുന്ന ഇവിടുത്തെ ക്ലർക്കിൻ്റെ അത്ര എക്സ്പീരിയൻസ് തന്നെയുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഞാനും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വളർന്നു വരുന്നതൊക്കെ എൻ്റെ അത്ര ആരും ആയില്ല. എന്നെ ഒന്ന് കാണിക്കും. ഞാൻ ബോണ്ട കഴിച്ചു ജലദോഷം അടിച്ചത്. വരൂ എല്ലാരും വരൂ. ഇതിന്റെ പണി തുടങ്ങിയിട്ട് കണ്ടോ, ഇതാണ് ഇവരുടെ ഓഫീസിന്റെ ബാക്ക് സൈഡ്. ലുക്കിംഗ് സോ ഗുഡ്. ഞങ്ങൾക്കപ്പോൾ ഇവിടെ ലഞ്ചെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടെ. ഇനിയിപ്പം ഞാനിവിടെ ഇല്ലാത്തവരുടെ ചേച്ചി പോകണല്ലോ, എനിക്ക് അങ്ങനെ ഒരു സങ്കടം ഇല്ല. പിന്നെന്താ പറയുക, ഇപ്പം ചേച്ചിയോണ്ട് ഞങ്ങൾ ഇന്നത്രയും വർഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു 99% വീട്ടിലെ കാര്യം ഫാമിലി ആണെങ്കിലും വന്നപ്പോൾ തൊട്ട് ആദ്യം മോളുടെ കല്യാണം അങ്ങനെ തുടങ്ങി ടെൻഷൻ
എന്തും നേരിടാൻ. ഇന്നലെ കൂടെ വീട്ടിലത്തെ വഴക്കായിരുന്നു. എല്ലാം തിരിച്ചോട് നേരിടുന്ന ചേച്ചിയാണ്. ചേച്ചി പോണതിന് സങ്കടമുണ്ട്. പിന്നെ ചേച്ചി 25 വർഷത്തെ സർവീസ് ചേച്ചിനെ കാണാൻ ഇവിടെ PO വരെ വന്നു. അത് തന്നെ ചേച്ചിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ കരുതുന്നു. ചേച്ചിക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ട് വിദ്യാഭ്യാസം അനുഭവിക്കട്ടെ. സന്തോഷമാണ്. പിന്നെ അതുപോലെ കൂട്ടായിട്ടെല്ലാം സംസാരിക്കാനും എപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് നടക്കുന്ന ഓഫീസിലെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബാധിക്കുന്നതായിട്ട് തോന്നാറില്ല. ഇത്രയും നാൾ ഓഫീസിലുള്ളവർ നന്നായി നോക്കി ഇനി വീട്ടിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം ജോലി ചെയ്യാൻ ആദ്യം കണ്ടതാണ് ശൈലജ. അന്ന് എങ്ങനെ ചിരിച്ചിരിക്കണം ആ ചിരി എന്നെ ഇപ്പോഴും നിൽക്കുന്നു. ആ രൂപത്തിന് പോലും ഒരു പ്രായമായിരുന്നു പോലും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോഴും എന്ത് കാര്യങ്ങളും ഞാൻ നിന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. ഒരു അമ്മയുടെ ഒരു വാത്സല്യം ശരിക്കും എപ്പോഴും. ഞാൻ ശൈലജയെ കാണാൻ തുടങ്ങുന്നത് കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2011 ജൂൺ 15 ഞാൻ മുഹൂർത്തമൊക്കെ നോക്കി ജോയിൻ ചെയ്യാൻ വരിക. ഞാൻ വരുമ്പോൾ കറക്റ്റ് നമ്മൾ സമയം നോക്കിയുള്ളതല്ലേ. ഒരു ഓഫീസിൽ ആരും ശൈലജയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ശൈലജയ്ക്ക് ആരാണെന്നും നമുക്കറിയില്ല. നമ്മൾ അത് സത്യം നമുക്കൊരു നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ വന്നതാണ്. അപ്പം കണ്ണട കണ്ണം കൊടുക്കുക സാറ് വരും ഇവിടെ വീട് ഇതൊക്കെ ചേച്ചി 10 അത് ഞാൻ പിന്നെ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയി. അങ്ങനെ ഞങ്ങൾ ഇടവും പലവും ഇരിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. എൻ്റെ സർവീസ് ജീവിതത്തിൻ്റെ തുടക്കവും ചേച്ചിയുടെ സർവീസ് ജീവിതത്തിൻ്റെ അവസാനം എപ്പോഴും ഞങ്ങൾ ഇടം പറയുന്നത് എൻ്റെ. അപ്പം എന്തായാലും പിന്നെ ആ സമയത്തൊക്കെ രസം. ഇപ്പം ശൈലജയ്ക്ക് ഇപ്പം വൈകുന്നേരം 4:30 ഡോറ് കിടക്കുമ്പോഴത്തേക്കും ശൈലജ പറയാറുണ്ട് ഇത് 4 ഞങ്ങൾ വേണ്ടിയാണ്. ശൈലജ ചേച്ചിയുടെ ഓർക്കുന്ന സമയമുണ്ട്. ശൈലജ ചേച്ചി ഞാൻ താഴത്തെ ഓഫീസിലാകുന്ന സമയത്ത് പറഞ്ഞാൽ 4 മുടിയൊക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. ജനലൊക്കെ കുട്ടി കളയും. അപ്പോഴത്തേക്കും പ്രൊഫസറി 4 ആയില്ലേ കളിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു രസകരമായൊരു കാലഘട്ടമായിരുന്നു. പിന്നെ അത് സുരജ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും ഞാൻ നടക്കുമായിരിക്കും. രണ്ടുപേരും അപ്പം പറയുന്നത് കുട്ടിക്ക് പറയുന്നത് മോളൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറയുകയാണ്. അപ്പൊ ഉച്ചയാകുമ്പോഴത്തേക്കും സുരജിക്ക് പേപ്പർ എന്തെങ്കിലും പിടിച്ചേക്കും. പിടിച്ചേക്കുന്നത് നമുക്ക് പുറത്തേക്ക് പോകുന്നത് അത് പത്രം വായിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് പേപ്പർ സുരജിക്കുന്നത്. അങ്ങനെയൊക്കെ കുറെ രസകരമായ അനുഭവങ്ങളാണ്. ഇനി പറഞ്ഞ പോലെ വ്യക്തി ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറെ സ്വകാര്യ നിമിഷങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അവിടെ ഈ തെരുവ് പറയുന്നതുകൊണ്ട് ഇങ്ങനെ പറയും എൻ്റെ എനിക്ക് അതായത് ആകട്ടില്ല അതൊക്കെ നമ്മൾ ശരി. അത് ഇരിക്കാൻ അവർ ജോലിയുടെ പ്രായത്തിൽ അത് മൈൻഡ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ആശുപത്രിയിലെങ്കിലും സമയം. അതുപോലെ തന്നെ എൻ്റെ വർഷങ്ങളാണെങ്കിലും ഓരോന്നൊക്കെ പറയുമ്പോൾ ഷരിജി അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ആശുപത്രി ചെയ്തൊരു സമയമാണ്. അപ്പോൾ ആ ഒരു എന്തായാലും ഇവിടുന്ന് പോയാലും ഈ ബന്ധങ്ങളൊന്നും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അത് ഇതുവരെ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഔദ്യോഗികമായി പറയുമ്പോൾ ശൈലജയ്ക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഏതാണ് നമ്മളെ ആശുപത്രിയിലേക്ക് വരുന്നവരുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചിട്ട് മുമ്പിലേക്ക് കുറേ ആയുർവേദ മരുന്നുകളും ഈ തൈലൊക്കെ കഷായം ഈ അരിഷ്ടം ഇതൊക്കെ കൂടി ഇരിക്കും. അത് കഴിഞ്ഞ് അടുത്ത സീറ്റിൽ ശൈലജയിൽ കുറെ ഈ ഹോമിയോ മരുന്നുകൾ അവിടുത്തെ ഡോക്ടറെ വെള്ളത്തിൽ 2 ഗ്ലാസ് വരുമ്പോണ്ടാവും. 1 കുപ്പി ഉള്ളവർക്കുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കുപ്പിന്ന് മിക്സ് ചെയ്യാൻ ആശുപത്രി കയറി പേരൊക്കെയാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. അപ്പൊ ശൈലജ പറയും ശൈലജ അത് ആയുർവേദത്തിലെ ഡോക്ടറും ഡോക്ടറും മരുന്നില്ല. അപ്പൊ ശൈലജ അകവും അവിടെ പോയി അവിടെ കുറെ മരുന്ന് ധൈര്യം മേടിക്കുന്നുണ്ടെന്നിരിക്കും. അത് കുറേ ഇതേ കുറയില്ല മറ്റൊരു പറയും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ രസകരമായ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ രസകരമാണ്. അപ്പൊ ഇപ്പൊ ശൈലജ എല്ലാവിധ ആശംസകളും നേരുന്നു. 8 മാസങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പരിചയം നേരിട്ടിട്ടുണ്ട്. സ്നേഹം മുഴുവൻ എല്ലാവരുടെയും. എല്ലാവരും തിരിഞ്ഞു പോണതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ
ഇത് പോകാതിരിക്കാൻ നമുക്ക് പറ്റുകയില്ല. എന്നാലും ഓർക്കുമ്പോൾ പിന്നെ നമ്മളന്ന് ഒരുമിച്ച് യാത്ര ചെയ്ത് അതൊക്കെ കൊണ്ടൊരു ചേച്ചി, എന്നാലും എനിക്ക് ഭയങ്കര ഒരു വിഷമം. അങ്ങനെ ഓഫീസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് 3:30 ആയപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. 5 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഉമ്മീനെയും കൊണ്ട് സ്റ്റാഫ്സും എല്ലാവരും കൂടി വീട്ടിലേക്ക് എത്തി. വഴക്കുണ്ടാക്കാൻ തുടങ്ങിയോ? വീഡിയോ റൗണ്ട് ചെയ്തിട്ട് വീഡിയോ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്യും, അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എല്ലാവർക്കും ഇട്ട് കൊടുക്കും. സംസാരിച്ചിരുന്നു. മടിയിലിരിക്കാനേ സ്ഥലമുള്ളൂ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരെയും യാത്രയൊക്കെ അയച്ച് എല്ലാവരോടും ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും പോയി. ഇനിയിപ്പോൾ നമ്മൾ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു റിട്ടയർമെൻറ്റ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.